പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30. അതെ, ചേച്ചി എന്തിനാ എന്നെ നേരെ ചാടി കടിക്കാൻ വരുന്നത്? ഞാനിവരുടെ സഞ്ചി പരിശോധിച്ചതേ നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയാ. അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ ചേച്ചി അത് എടുത്തു കൊടുക്ക്. മതി മതി, ഇനി ഇതിന്റെ പേരിലൊരു തർക്കം വേണ്ട, ഞാൻ എടുത്തു കൊടുത്തോളാം. ആന്റി, ആന്റി വേഗം പോയിക്കോ. ഇല്ല മോളെ, ഇനി ഇതിനൊരു തീരുമാനമായിട്ട് ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ കൊച്ചുമോളോ? കൊച്ചിനെ അതുവരെ ടീച്ചർ നോക്കിക്കോളും. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ദയ ഇത് പരിശോധിച്ച സ്ഥിതിക്ക് ദയയുടെ ബാഗ് നിങ്ങളും പരിശോധിക്കണം. ആ, അത് ആന്റിയുടെ ന്യായമായ ആവശ്യമാ. നിന്റെ ബാഗും പരിശോധിക്കണം. ആ, അങ്ങനെ എന്റെ ബാഗ് മാത്രം പരിശോധിക്കണ്ട. പരിശോധിക്കുന്നെങ്കിൽ ഇവിടെ എല്ലാവരുടെയും ബാഗും പരിശോധിക്കണം. എന്നാ പിന്നെ ഈ വീട് മൊത്തം അങ്ങ് പരിശോധിച്ചേക്കാം. സ്വർണ്ണ ആരെങ്കിലും എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാലോ. അതെ, അമ്മാവനിവിടെ സ്വർണം കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്നതേ നിങ്ങളൊക്കെ തന്നെ വിനയ, അത് മറക്കണ്ട. ആ, ഞാനും അത് തന്നെയാ ഉദ്ദേശിച്ചത് രഘുവേട്ടാ. ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ തന്നെ ക്ലിയർ ചെയ്യണ്ടേ, അല്ലേ ചേരു? നീയേ ഓടിച്ചെന്ന് നിന്റെ ബാഗ് എടുത്തോണ്ട് വന്നേ. ദേ നീയും ചെല്ല് ചെല്ല്. എല്ലാവരുടെ ബാഗും പരിശോധിക്കണം. പോയിട്ട് വാ. അതെ, ആദ്യം ഈ ബാഗ് തന്നെ പരിശോധിക്കാം. നമ്മുടെ ബാഗ് നമ്മൾ തന്നെ പരിശോധിച്ചിട്ട് എന്താ ചേച്ചി കാര്യം? ഇതൊക്കെ ബാക്കിയുള്ളവർ പരിശോധിക്കട്ടെ. നമുക്കേ ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടി നോക്കാം ചേച്ചി. വാ. ആ ചെല്ല്. എന്നിട്ട് ഒരൊറ്റ സ്ഥലം ബാക്കി വെക്കാതെ ഫുൾ ആയിട്ട് അടിച്ചു പെറുക്കണം. ചേച്ചി വന്നേ. ചെല്ല്, വാ, നമുക്ക് നോക്കാലോ. രഘുവേട്ടാ, അമ്മ ചേച്ചി എന്താ വാ, വന്ന് പരിശോധിക്ക്. വന്ന് പരിശോധിക്ക രഘുവേട്ടാ. പരിശോധിക്കുന്നില്ലേ? ആ, പരിശോധിച്ചോ. അയ്യോ, നമ്മളെ വീട്ടിലൊന്നും സ്വർണ്ണം ഇല്ലാത്തതുപോലെ. നമ്മളെ വീട്ടിലെ സ്വർണ്ണമൊക്കെ ബാഗിലാണല്ലോ വെക്കാറ്. എന്താ നിങ്ങൾക്ക് പരിശോധിക്കണ്ടേ? എന്നാ പരിശോധിക്കുക. എന്റെ പോക്കറ്റും കൂടി പരിശോധിക്കുക. എന്നാ അല്ല പിന്നെ പരിശോധനയാണ് അത്ര പരിശോധന. ആരെങ്കിലും നിങ്ങൾ പറഞ്ഞ അവിടെ തന്നെ വന്ന് തുടങ്ങിക്കോളൂ വീട്ടിലുള്ളവരെ സംശയിക്കാനായിട്ട്. കുന്തം പോയ കുടത്തിനും തപ്പണമെന്നാണല്ലോ. ഇത് രഘുവേട്ടന്റെ അമ്പല ചേച്ചിയുടെ മുറിയല്ലേ ഇതേ? അച്ഛൻ ഗോൾഡുമായിട്ട് വരുമ്പോ അവരിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അവരെ നമ്മൾ സംശയിക്കുന്നില്ലല്ലോ ചേച്ചി. എന്റെ ബലമായ സംശയം ആ സ്ത്രീയെ. അവരെ സ്വർണ്ണം എടുത്തിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചാ പോരെ? എന്റെ ദേ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. ഒരു തെളിവും ഇല്ലാതെ ഇനി സരോജിനി ആന്റിയെ കുറ്റപ്പെടുത്തിയാലേ അവര് വെറുതെ ഇരിക്കുന്നു കരുതണ്ട. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ ചേച്ചി. നോക്കിയേ പറ്റൂ. ചേച്ചി ഇതായത് നോക്കിയേ, ഒരു മാല. ഇങ്ങനൊരു മാല ഇവിടെ ആർക്കും ഇല്ലെന്നുള്ളത് ഉറപ്പാ. ഇതാ 101 പവന്റെ കൂടെ ഉണ്ടായിരുന്നത് തന്നെയാ. തറവാട്ടിൽ നിന്ന് കിട്ടിയ ആഭരണങ്ങളുടെ കൂട്ടത്തില് ഇതുപോലെ ചെറിയൊരു മാല ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞിടത്ത് തന്നെ കാര്യങ്ങൾ എത്തിയില്ലേ ചേച്ചി? വാ, ഈ കള്ളനെ നമുക്ക് കൈയോടെ തന്നെ പിടിക്കാം. ഇങ്ങതാ, വാ ഇങ്ങോട്ട്. ഇതാ, ഈ മാല രഘുവേട്ടന്റെ കിടക്കയുടെ അടിയിൽ നിന്ന് കിട്ടിയതാ. ഇത് തറവാട്ടിൽ നിന്ന് കിട്ടിയ ആഭരണങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണെന്ന് തന്നെയാ എന്റെ ചീരിച്ചേച്ചിയുടെ വിശ്വാസം. ഓ, അത് ശരി. അപ്പം ബാഗിന്റെ ഉള്ളിൽ നിന്ന് മാത്രമല്ല കട്ടിലിന്റെ അടിയിൽ നിന്ന് കിട്ടും അല്ലേ സ്വർണം? അതെ അതെ. കണ്ടപ്പോ തറവാട്ടിൽ നിന്ന് കിട്ടിയതാന്ന് തോന്നി. ഇനിയിപ്പോ ഇത് രഘുവേട്ടന്റെ അമ്പലേശ്വരി ആണെങ്കിൽ അത് പറഞ്ഞാ മതി. ഞങ്ങൾക്ക് ഇങ്ങനൊരു മാല ഇല്ല. ഞങ്ങളിത് കണ്ടിട്ട് പോലും ഇല്ല, അല്ല രഘുവേട്ടാ? ഡി, അച്ഛൻ ഇവിടെ സ്വർണം കൊണ്ടുവയ്ക്കുമ്പോ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ നീ എന്തിനാ ഞങ്ങളുടെ റൂമിൽ കയറി ബെഡൊക്കെ പൊക്കി നോക്കിയേ? ഓ, നോക്കുമ്പോ എല്ലായിടത്തും നോക്കണ്ടേ? ഈ മാല എന്തായാലും നടന്നുപോയി കിടക്കയുടെ അടിയിൽ ഒളിക്കില്ലല്ലോ. അതേടി, മാല നടന്നു പോവില്ല. പക്ഷെ നീ എടുത്തു വെച്ച മാല അവിടെ നിന്ന് കിട്ടിയെന്ന് പറയാൻ നിനക്ക് പറ്റില്ലല്ലോ. ഞങ്ങൾ വരുന്നതിന് മുമ്പ് പെട്ടി തുറന്ന് മാല മോഷ്ടിച്ചത് നീ തന്നെയാ. തലയിലേക്ക് ചേച്ചി എന്തായി കാണിക്കുന്നത്? ചേച്ചി, ബാക്കി സ്വർണ്ണം ഇവിടെ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നെന്ന് പറയട്ടെ, എന്നിട്ട് ഞാൻ വിടാം. ചേച്ചി, ഇത് ദേ മോശമൊന്നും അല്ല.
ആ അവള് നോണ പറയില്ല. ചേച്ചി വീട്. ഓഹോ, അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഞങ്ങളെ കുരുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കല്ലേ? കണ്ടില്ലേ രഘുവേട്ടാ, നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും എല്ലാവരുടെ സ്വഭാവം മനസ്സിലായില്ലേ? അച്ഛൻ സ്വർണം പണയപ്പെടുത്തി നിങ്ങളെ സഹായിക്കുന്നു തോന്നിയപ്പോ അത് തടയാൻ നമ്മളെ കള്ളക്കേസിൽ പെടുത്താൻ നോക്കിയതാ ഇവര്. ഈ സ്വർണ്ണ ആ മുറിയിൽ നിന്നാ കിട്ടിയതല്ലേ പറഞ്ഞോളൂ. നിങ്ങളെ മോഷ്ടിച്ചെന്ന് ഞാൻ പറഞ്ഞോ? ദേ, ഞങ്ങളുടെ മുറിന്ന് തൊണ്ടി മുതൽ കിട്ടിയെന്ന് പറഞ്ഞാ അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കല്ലേ ദേ? അതെ, അതിന്റെ ഉത്തരവാദിത്തം രഘുവേട്ടനും അമ്പിളി ചേച്ചിക്കും തന്നെയാ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പം ആരാണ് ആ മാല മാത്രം അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചതെന്നും ബാക്കി സ്വർണം അവരെവിടെ ഒളിപ്പിച്ചു വെച്ചതെന്നും നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് കണ്ടുപിടിക്കണം. ആന്റി, ആന്റിക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ ഞങ്ങളോട് തുറന്നു പറയാം ആന്റി. നമ്മള് ഒരു കുടുംബം പോലെ കഴിഞ്ഞവരല്ലേ ആന്റി? ഇനി ആന്റിക്ക് ഒരു തെറ്റ് പറ്റിയെങ്കിൽ അത് ക്ഷമിക്കാൻ പോലും ഞങ്ങൾ എല്ലാവരും തയ്യാറാ. എന്റെ പൊന്നുമോള്, എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം. എനിക്കൊന്നും അറിയില്ല. ഈ വീട്ടിൽ നിന്ന് ഒരു പൊട്ടുസൂചി കിട്ടിയ പോലും അത് നിങ്ങളെ ഏൽപ്പിക്കുന്നവളാ സരോജിനി. ദൈവത്തെ വിചാരിച്ച് എന്നെ കള്ളിയാക്കല്ലേ മോളെ. അതെ, സരോജിനി എന്റെ അത് തൊടില്ലെന്ന് എനിക്ക് ഉറപ്പാ. അവർക്ക് അങ്ങനെ ഒരു പാരമ്പര്യം ഇല്ല. മോഷണം നടത്തിയും അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ചും ശീലമുള്ള ഒരാളെ ഇവിടെ ഉള്ളൂ. അത് ഇവളാ. ഞാനോ? ഞാൻ എന്താ നിങ്ങളുടെ മോഷ്ടിച്ചിട്ടുള്ളേ? ദേ, തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ, വലിയച്ചയാണെന്നൊന്നും ഞാൻ നോക്കില്ല. നീ എന്നെ ഇന്ത്യടി. ദേ, അടിച്ച് പല്ല് ഞാൻ കൊഴിക്കും. ദേ നിർത്ത്. കണ്ടു രഘുവേട്ടാ, അവള് പറയുന്നത് കേട്ടില്ലേ? ശബരിയുടെ വീട്ടിൽ പോയി ആരും അറിയാതെ 5 ലക്ഷം രൂപ എടുത്തോണ്ട് വന്ന് ഇവിടെ സൂക്ഷിച്ചവളല്ലേ നീ? ആ കുറ്റത്തിന് അനിതയുടെ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ പോലും നീ സത്യം പറയാൻ തയ്യാറായോ? അവസാനം ഞാനും അച്ഛനെ നിർബന്ധിച്ചിട്ടല്ലേടി നീ അത് ഏറ്റു പറയാൻ തയ്യാറായത്? അത് എന്റെ ഭർത്താവിന്റെ പണം മറ്റുള്ളവര് കൈക്കലാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചതാ, അല്ലാതെ. അമ്പിളി ചേച്ചി, മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം അനിയത്തെ കള്ളിയാക്കാൻ നോക്കുന്നത് ശരിയല്ല കേട്ടോ. ശരിയല്ല. പിന്നെ അമ്പിളി ചേച്ചി നീ അങ്ങനെ ശരിയാക്കാൻ നോക്കണ്ട. ദേ, എന്നെ അമ്പിളി സംശയിച്ചപ്പോ നീ ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? അത് അല്ല പിന്നെ രഘുവേട്ടാ, അത് നിർത്തറ. ഇവിടെ വന്ന് ഈ പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കിയതല്ലേ നിനക്കൊണ്ടൊരു പങ്ക്. രഘുവേട്ടാ, മതി, നിർത്ത്. ബാക്കിയൊക്കെ നമുക്ക് അച്ഛൻ വന്നിട്ട് സംസാരിക്കാം. നീ കേട്ടില്ലേ? ഇപ്പൊ ഞാനും നീയൊക്കെയാണ് പ്രതികള്, മനസ്സിലായ? നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ അവിടെ നിന്ന് കെട്ടിപ്പറക്കി ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന്. എന്ത് കേട്ടാലും കയറി ഇങ്ങോട്ട് വന്നോളൂ.